ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു അതിക്രമം കാണിക്കാൻ പോകുന്നതാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ലവ് ലെറ്റർ ഒളിപ്പിച്ച് വെച്ചിരുന്ന പെട്ടി ഇന്ന് ഞാൻ അത് അടിച്ചു മാറ്റി നിങ്ങൾ എല്ലാവരെയും കാണിക്കാൻ പോകും. ലൈറ്റ് ഉള്ളപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന ടൈമിലാണ് ആ ഇൻട്രോ എടുത്തതിന് ശേഷം അമ്മ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു രാത്രി 12 മണിയോട് കൂടിയാണ് ഞാനും സാൻഡുവേട്ടൻ അമ്മയുടെ മുറിക്കുള്ളിൽ കയറി ആ പെട്ടി മോഷ്ടിക്കുന്നത്. ലൈറ്റ് ഇടുമ്പോൾ ഉണരോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് എന്തൊക്കെയോ മിന്നൽ കണക്ക് വന്നിട്ട് കുഴപ്പമൊന്നും വന്നില്ല. അടുത്ത് തന്നെ ഫോണും കണ്ണാടി ടോർച്ചും. നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെയാണോ ഗൈസ് കിടക്കുന്നത്? പെട്ടെന്ന് ഉണർന്ന് ഇനി കള്ളനാണോന്ന് വിചാരിച്ച ആ ടോർച്ചിൻ്റെ മണ്ടയിലാകുന്നതിന് മുമ്പേ എനിക്ക് ആ പെട്ടി എടുത്ത് ഓടണമായിരുന്നു. ആ മുകളിലിരിക്കുന്ന പെട്ടിയാണ്, അവനാണ് നായകൻ. അങ്ങനെ അതിനെ എങ്ങനെയെങ്കിലും ഞാൻ എടുത്ത് വെച്ച് ഓണമൊക്കെ ആകുമ്പോൾ ഒന്ന് വൃത്തിയാക്കുക, ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് താടിയെന്ന് പറഞ്ഞാൽ തുമ്മല് ജലദോഷം ഇതെല്ലാം പറഞ്ഞ് വേണ്ടാന്ന് പറയുന്ന ഞാനാണ് ഈ സാഹസം കാണിക്കുന്നത്. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പൊടിയെല്ലാം തൂത്തുവാരി ഞാൻ സാവധാനം ആ പെട്ടി മോഷ്ടിച്ച് പോവുകയാണ്. പോയ തക്കത്തിൽ ഞാൻ പതിയെ നോക്കുന്നുണ്ട്, എങ്ങാനും ഉണർന്നോ ഇല്ലയോ. ശരിക്കും അമ്മ സൗണ്ട് കേട്ട അപ്പം ഉണരും, പക്ഷെ ലൈറ്റ് ഇട്ട ഉണരില്ല. ഞാൻ നേരെ തിരിച്ചാണ്. അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് കയറി കുറ്റിയിട്ട് അമ്മ എല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ഞങ്ങളുടെ ബെഡിലേക്ക് ന്യൂസ് പേപ്പർ ഒന്ന് വിരിച്ചു. കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു പെട്ടിക്ക്. പഴയ പെട്ടിയാണ്, അതിനകത്ത് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ അതിവിദഗ്ധമായി ഞാൻ ആ പെട്ടി തുറന്നിരിക്കുകയാണ്. പെട്ടി തുറന്നപ്പോൾ ഞങ്ങൾ ഞെട്ടി. ഇതാ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്വന്തം പെട്ടി. പക്ഷെ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. അതെൻ്റെ കല്യാണ ലെറ്ററാണ്. വേറെ മൊത്തം ഫയലിലൊക്കെ ആണ്. അമ്മ ഉണർന്നു കഴിഞ്ഞാൽ ഈ പെട്ടി എടുക്കാനോ അതിൽ ലെറ്റർ വായിക്കാനോ അതൊന്നും കാണിക്കാനോ ഒന്നും സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസം കാണിച്ചത്. പെട്ടെന്ന് ആ ലെറ്റർ ഒന്നും കാണാതെ പോയപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളൊന്ന് കത്തി, ഇനി എങ്ങാനും ആ ലെറ്റർ വേറെ പെട്ടിയിൽ അങ്ങനെയാണോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് ആ ലെറ്ററെല്ലാം കിട്ടിപ്പോയി. അങ്ങനെ കുട്ടിമാമ ലെറ്റർ കണ്ട് ഞാൻ ഞെട്ടിമാമ എന്നൊരവസ്ഥയിലിരുന്ന് പതിയെ ഞാൻ തിരിച്ചു നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു സ്ലേറ്റ് പെൻസിൽ. ഇതൊക്കെ പണ്ട് കൊച്ചിലെ നഴ്സറി ടൈമിലൊക്കെ എഴുതിയ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഇതൊക്കെ അമ്മ സൂക്ഷിച്ച് വെക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളർ സാരിയാണ്. ഇത് അച്ഛൻ ആദ്യമായി അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ്. ഈ സാരി മാത്രം അമ്മ ആർക്കും കൊടുത്തിട്ടില്ല. പണ്ട് സിനിമ ആദ്യമായിട്ട് കല്ലറിന്റെ കല്ല് പോലെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ സ്ലേറ്റ് പെൻസിൽ സഹിതം എൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ സ്വത്ത്. ഇത് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ല, വിത്ത് ലവ് ഓൺ അവർ 5th ആനിവേഴ്സറി സിനിക്കുട്ടി. തുറന്ന് നോക്കുമ്പോൾ ഐ കാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ദ ഫീലിംഗ്സ് ദാറ്റ് ഫിൽ മീ അപ്പ് ഇൻസൈഡ്. ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം കണ്ടോ, ഡാർലിങ്ങിൽ ഒരു അണ്ടർലൈൻ. അതായത് ഇവിടെ മൊത്തം എഴുതുന്ന പ്രിൻ്റ് ആണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് എന്നാണ് എൻ്റെ അച്ഛൻ. ഇതെൻ്റെ അച്ഛൻ്റെ സൈനാണ്. അച്ഛൻ ഉദ്ദേശിക്കുന്നുണ്ട് സെയിം അതേ മാർക്കർ. അതിൽ ഞാനൊന്നും വരച്ചതല്ല, എൻ്റെ സെയിം അതേ പേന വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഇതും ഹാപ്പി വെഡിങ് ഡേ. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ അച്ഛൻ അന്ന് ലെറ്റർ അയക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മ എന്നും വഴക്ക് കുറവായിരുന്നു. അമ്മ പണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കാരണം ഇവരുടെ കല്യാണം ഒരാഴ്ചക്കകം പെട്ടെന്ന് ഷടപടേ നടന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഒരു പരിചയമില്ലാതെ വളരെ അധികം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച് ആഫ്റ്റർ മാരേജ് ലവ് ആയവരാണ്. അപ്പോൾ അതിനുശേഷം അച്ഛൻ 1 മാസം കഴിഞ്ഞ് ഗൾഫിൽ പോകുന്നു. അങ്ങനെ അച്ഛൻ ലെറ്റർ അയക്കുന്നു, അമ്മ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ BCom ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അമ്മ പഠിക്കാത്തതിന് എപ്പോഴും ഇങ്ങനെ വഴക്കുറയും, എപ്പോഴും എന്തെങ്കിലും ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന. അങ്ങനെ ഇതായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ ഇത് വെഡ്ഡിങ് ഡേ, ഹാപ്പി വെഡ്ഡിങ് ഡേ. അതിലും അച്ഛൻ്റെ സൈനാണുള്ളത്. സീസൺസ് ഗ്രീറ്റിംഗ്സ് 2002 ഗ്രീറ്റിംഗ് കാർഡാണത്. ഇതാണ് മൈ ഡിയർ വൈഫ്. ഇത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അണ്ണൻ്റെ സിനിക്കുട്ടിക്ക് സ്നേഹ ഊഷ്മളമായ ആശംസകൾ പുതുവത്സരത്തിലേക്കും നേർന്നുകൊണ്ട് മോളുക്കുട്ടി വാറ്റിച്ചിയുടെ അണ്ണൻ K രാജീവ്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചെല്ലപ്പേരുകൾ ഉണ്ടായിരുന്നു. അയ്യോ, ഇതൊക്കെ കാണുന്നല്ലേ അച്ഛൻ. മോളുക്കുട്ടി എന്താണോ എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ്റെ മലയാളം വരെ കൂട്ടക്ഷരമാണ്. അങ്ങനെയുടെ അണ്ണൻ K രാജീവ് അച്ഛൻ്റെ അന്ന് സൈൻ. ഇതായിരുന്നു. ഇതിൻ്റെ പകുതി അമ്മ കീറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് കാർഡ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കാർഡ് കാണിച്ചു തരേ ഉള്ളു. അന്ന് വായിക്കാൻ എഴുതാനും അറിഞ്ഞൂടല്ലോ.
അപ്പോൾ ഞങ്ങൾക്ക് വായിക്കാനല്ലേ എഴുതാറിനൂടെന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച്. അപ്പം അതിനുശേഷം വളർന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് അടിച്ചു മാറ്റി കാണാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ വളർന്നപ്പോഴത്തേക്കും ഇങ്ങനെ കുറേയൊക്കെ അമ്മ കീറിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കീറി കളഞ്ഞിട്ടുണ്ട് അമ്മ. അടുത്തതും ഒരു മെരി ക്രിസ്മസ് ആണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടുവേർഡ്സ് ലവ്ലി ഇത് അമ്മ അങ്ങോട്ട് എഴുതിയതാണ്, അത് അച്ഛൻ വന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന്. യുവേഴ്സ് ലവ്ലി വൈഫ് വന്ന്, ലവ്ലി അപ്പച്ചിനെ പോലും വെറുതെ ഇട്ടിട്ടില്ല, അവിടെ ലവ്ലി വൈഫ് വന്ന് സിനി രാജീവ് അങ്ങനെ സൈൻ. അടുത്ത ഒരു ഗ്രീറ്റിംഗ്സ് ആണ്, ഡിയർ സിനി. അവിടെ ആണ്ട് കീറി കളഞ്ഞു വെച്ചേക്കുന്ന കേട്ടാ, നമ്മൾ വലുതായപ്പോൾ കീറിയതാണിത്. ഇവിടെ ഡാഷ് അണ്ണൻ്റെ ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആശംസകളും ഡാഷും തന്നുകൊണ്ട്. അപ്പൊ ആ ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കുക. അണ്ണൻ്റെ ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആശംസകളും ഡാഷും തന്നുകൊണ്ട് മോളുക്കുട്ടിയുടെ അണ്ണൻ രാജീവ്. അയ്യോ എൻ്റെ അച്ഛൻ ഇത്രയും റൊമാൻറ്റിക് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു, ആരും പറഞ്ഞില്ല. മോളുക്കുട്ടി ഇനി നാളെ മോളുക്കുട്ടി. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കുടുംബത്തിൽ 10 പേരുണ്ട്, 7 ആണും 3 പെണ്ണും. ഈ 7 ആളിൽ ഏറ്റവും ദേഷ്യവും മുൻഷുണ്ടിയുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛൻ മോളുക്കുട്ടിയുടെ അണ്ണൻ രാജീവ്. അവിടെയുണ്ട് സൈൻ, ഇവിടെയുണ്ട് സൈൻ. സിനി GS ഏജ് 19 വയസ്സിലാണ് കല്യാണം കഴിച്ചു വിട്ടത്. അന്ന് സെക്കൻഡ് BCom ആയതേ ഉള്ളൂ. മേരി ക്രിസ്മസ്. വെൽക്കം ദ ന്യൂ മില്ലേനിയം 2000 വിത്ത് ആങ്സൈറ്റി ആൻഡ് ജോയ് ബൈ ദീപ്തി ആൻഡ് ദിവ്യ. ഇത് അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മക്കൾ 2 പേരുമാണ്, അവരയച്ച ലെറ്ററാണ്. ഇത് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്. ഇത് ഡിയർ സൺ ആണ്, ജന്മദിനാശംസ നേർന്നുകൊണ്ട് മോൻ്റെ അച്ഛൻ കെ രാജീവ്. ഓൺ യുവർ ബർത്ത്ഡേ. ഇത് ഞാനാണ് കേട്ടോ, ഞാൻ. മോളെ ഐശ്വര്യപൂർണമായ ജന്മദിനത്തിന് അച്ഛൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. യുവേഴ്സ് ലവിങ് ഫാദർ കെ രാജീവ്. സ്നേഹ മുത്തുമകൾക്ക്. എനിക്കും ഉണ്ട് കേട്ടോ ചെല്ലപ്പേര് മുത്തുമകൾ. ഇനി അടുത്തത് ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡാണ്. സ്നേഹ മുത്തുമകന്. എല്ലാവർക്കും അച്ഛൻ മുത്ത് ചേർക്കും കേട്ടോ. മുത്ത് സിനി, മുത്തു മോള്, മുത്തുമകൻ. സ്നേഹ മുത്തുമകന് അച്ഛൻ്റെ പുതുവത്സര ആശംസകളും ക്രിസ്തുമസ് ആശംസകളും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മകനായി നേരുന്നു എന്ന അച്ഛൻ. അപ്പം നിങ്ങൾ വിചാരിക്കും മോൾ എവിടെയായിരുന്നു? മോളൊരു 4 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് അതിന് മുന്നേ ഉള്ള ലെറ്റർ ആയിരുന്നു. നേരത്തെ മേരി ക്രിസ്മസ്, അത് ജസ്റ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഓടിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു അഖിൽ രാഹിന്ദ്. 5th ഹാപ്പി ബർത്ത്ഡേ. അതൊന്നും ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഇനി അടുത്തത് ഓണാശംസകൾ, ഓണം ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കും ഇത് ജസ്റ്റ് ഒരു ഇലയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ഇത് നോക്കിക്കോളൂ. ഇലയ്ക്കകത്ത് അച്ഛൻ നോൺ വെജിറ്റേറിയൻ വേണമെങ്കിലും വെജിറ്റേറിയൻ വേണമെങ്കിലും ഉണ്ട്. കോഴിക്കറി, ചിക്കൻ കറി, ചോറ്, അവിയൽ, കാളൻ, പച്ചടി, അങ്ങനെ നോൺ വെജിറ്റേറിയൻകാർക്കുള്ളതും അച്ഛൻ അയച്ചിട്ടുണ്ട്, വെജിറ്റേറിയൻകാർക്കും അയച്ചിട്ടുണ്ട്. ആർക്കും ഒരു പരിഭവവും പിണക്കവും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഇലയും ഉണ്ട്. ഓക്കെ, ഇതാണ് അച്ഛൻ്റെ ഓണം ഗ്രീറ്റിംഗ്സ്. ഇത്രയും വെറൈറ്റി ഓണം ഗ്രീറ്റിംഗ്സ് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ക്രിസ്മസ് ബ്ലെസ്സിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഡിയേഴ്സ്, മോനും മോൾക്കും അച്ഛൻ്റെ ക്രിസ്മസ് ആശംസകളും ആശംസകളും നേർന്നുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബ്ലോസം യുവർ ഫാദർ കെ രാജീവ്. കുറേ നക്ഷത്രങ്ങളും ചന്ദ്രക്കലയൊക്കെ ഉണ്ട്. രാജീവ് കെ. ഇത് സീസൺ കാർഡാണ്. അറബ് ട്രാവൽ അവാർഡ്, അതാണത്. 1994 അതൊന്നും നമ്മൾ ജനിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ കുറേ ലെറ്ററുകളാണ്. ഇത് നോക്കൂ, ഇതെന്തോ പൊങ്കലോ അങ്ങനെ എന്തോ സംഭവത്തിൻ്റെ ആയിരിക്കും. ആരുതൊന്നുമില്ല കേട്ടോ. ഇവിടെ അച്ഛൻ്റെ ഒരു സൈൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വരച്ചു കുറിച്ചതായിരിക്കും, അതുകൊണ്ടാണ് അമ്മയൊന്നും അന്ന് അടുപ്പിക്കാതിരുന്നത്. ഇത് അച്ഛൻ്റെ കല്യാണ ലെറ്ററാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കമോ. ശ്രീമതി കെ തങ്കമ്മ. മാന്യരെ, എൻ്റെയും പരേതനായി ശ്രീ കെ കേശവൻ അവരുടെയും മകൻ കെ രാജീവ് വാദനാകുന്നു. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കണ്ട. ഇത് മസ്കറ്റിൽ ഒരു കിളി, ഇവിടെ കേരളത്തിലെ കിളിയെ എത്തി നോക്കുന്നു. അച്ഛൻ്റെ ഒപ്പ് ഇവിടെ കണ്ട. അച്ഛൻ വരച്ച ലവ് ആണ്. ആ ലവ് പകുതി കീറി കളഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒട്ടും മനസ്സിലായതേ ഇല്ല. നോക്കൂ,
ആ പകുതി ലവ് കീറിക്കളഞ്ഞു വെച്ചേക്കുന്നത്. നമ്മൾ അതിൽ കണ്ടുപിടിച്ചാൽ ഭയങ്കര നാണക്കാരിയാണ്, ഭയങ്കര ചങ്കയാണ്. ഇപ്പോഴും അതെ, ഒരു മാറ്റമില്ല. ഇത് വേറൊരു എന്തോന്നാണ്, ഹാപ്പി ഓണം, ഡിയർ വൈഫി എന്നൊക്കെ. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ തലമുറയിലാണ് വൈഫി എന്നൊക്കെ, അത് നമുക്ക് വൈഫി അതൊക്കെയാണ്. അതാണ് എൻ്റെ അച്ഛൻ. ഇത് ക്രിസ്മസ് ഗ്രീറ്റിങ്സും ക്രിസ്മസ് അപ്പൂപ്പൻ. ഇത് എൻ്റെ മാളു ഞാനാണ്. എനിക്ക് അങ്ങനെ ഓരോരുത്തരും പല പേരാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പാറു നന്ദു ഇട്ടേക്കുന്നത്. അതിനുമുമ്പ് എനിക്ക് മാളു നന്ദു അങ്ങനെ കുറേ പേരുകളുണ്ട്. എൻ്റെ മാളുവിനും മാമിയുടെ 1000 നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മാമി, മോൻകുട്ടി മാളുവിനും മാമിയുടെ ചക്കര മൊത്തം കൊടുക്കണം കേട്ടോ. അടുത്തത് ഒരു ഹാപ്പി ആനിവേഴ്സറിയുടെ ആണ്, ബോത്ത് ഓഫ് യു. അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. ഇതിലാണ്ട് മറ്റേ ലൈറ്റ് കത്തുന്ന സാധനമാണ് കേട്ടോ. അതൊക്കെ പക്ഷെ കേടായിപ്പോയി. ഇനി ഈ ഒരു ലെറ്ററും കൂടെ ഉള്ള, ഇത് ചേട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അയച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ഫോർ മൈ സൺ. ഇത് അമ്മ അങ്ങോട്ട് അച്ഛന് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ട, ഇതെങ്ങനെ തുറക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനെ തുറന്നാൽ കാണാം, ഇങ്ങനെ അടയ്ക്കാം. ഇതാണ് അമ്മയുടെ ഒപ്പ്. സിനി രാജീവ്, ടു രാജീവ്. ഇനിയാണ് ലെറ്റേഴ്സ്. ഇൻലൻഡ് ലെറ്റേഴ്സ്. സിനി GS, കുന്നുംപുറത്ത് വീട്. അതായത് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് അമ്മയുടെ ഫ്രണ്ട്സ് ആണ്. അമ്മ 2nd ഇയർ പഠിച്ചപ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട സിനിക്ക്, നീ സജുവിന് അയച്ച എഴുത്ത് കിട്ടി. വിവരങ്ങൾ വായിച്ചറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഞങ്ങൾ എഴുത്തെഴുതാൻ താമസിച്ചതിന് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള അവസരം കിട്ടിയില്ല. നമുക്ക് 2 പേർക്ക് സുഖം തന്നെയാണ്. നിനക്ക് നിന്റെ ഹസ്ബൻഡിനും സുഖം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? നീ ഇനി പഠിക്കാൻ വരുമോ? അനുജത്തിയെ സഞ്ജു കണ്ടു. നീ ഇനി പഠിക്കാൻ വരുന്നു എന്ന് അനുജത്തി സജുവിനോട് പറഞ്ഞു. അനിയത്തി ആരാളും മിനിമോൾ G. എടി കുഞ്ഞിപ്പെണ്ണേ, നിന്നെ കാണാൻ കണ്ണുകൾ കൊതിക്കുന്നു. ഷീജ ചുരിദാർ വേറെ ഒന്ന് വാങ്ങി. ആദ്യത്തേത് ഊരാതെ അതിന്റെ മുകളിൽ കൂടി ധരിച്ചിരിക്കുകയാണ്. അയ്യോ, അതിന് കൈയിറക്കം. എൻ്റെ ചേച്ചിയുടെ റിസൾട്ട് വന്നു. 2nd ക്ലാസ് ഉണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റിന് നിലമേൽ പോകുന്നു. നിനക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. ഞാനും റാണിയും ഈ കത്ത് ക്ലാസ്സിൽ വെച്ചാണ് എഴുതുന്നത്. ഷീജയുടെ എൻ്റെ പ്രായം നിറഞ്ഞവളെ എന്ന പാട്ട് നീ ഓർക്കുന്നുണ്ടോ? നിന്റെ ഏറ്റവും വലിയ അമ്മാവിക്ക് സുഖം തന്നെയല്ലേ? നീ ഇല്ലാതെ ഈ ക്ലാസ് വളരെ ബോറായി തോന്നുന്നു. നീ വേർപിരിയൽ എനിക്കും ഷീജയ്ക്കും വളരെയേറെ ദുഃഖം നിറഞ്ഞ ഒന്നാണ്. നീ പഠിക്കാൻ കൃത്യമായും വരണം. കുറച്ച് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ നീ വരുമ്പോൾ എന്തൊരു തലനം കൊണ്ടുവരണമെന്നാ, അതെന്താ മറക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് മാനേജ്മെന്റ് പഠിപ്പിക്കാൻ ഒരു പുതിയ സാർ വന്നു. എല്ലാ പേർക്കും ആ സാറിനെ വളരെ ഭയമാണ്. പിന്നെ ബാങ്കിങ്ങിന് ഒരു പുതിയ സാറ് ചടയമംഗലത്ത് നിന്നാണ്, രാജൻ എന്നാണ് പേര്. നീ അന്ന് എഴുതിയിരുന്നില്ലേ രാജീവ് സാറിന് തുമ്പിയെ പിടുത്തമുണ്ടോ എന്ന്? അത് എല്ലാവരും സാറിനോട് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ആ കൊച്ച് അങ്ങ് പോയിട്ടും കുഴപ്പം തീർന്നില്ല. അയ്യോ സിനിമോളെ, നിനക്ക് 1000 ചക്കര ഉമ്മ. നീ ഇപ്പോഴും പാടാറുണ്ടോ? നിന്റെ പാട്ട് കേൾക്കാൻ കൊതിക്കുന്നു. എൻ്റെ അമ്മ ഒരു പാട്ടുകാരിയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. സത്യം, എന്നെ എപ്പോഴും ഉന്തി തള്ളി വിടും പാട്ടിന്. അമ്മ അപ്പൊ പാട്ട് കേൾക്കും. ഇത് ഞാൻ ചോദിക്കും. നീ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടും കത്ത് ചുരുക്കുന്നു. അയ്യോ, വായിച്ച് തളർന്ന്. ഒരു എസ്സേ ഉണ്ട്, അവരെ ഫ്രണ്ട്സൊക്കെ എഴുതിയതാണ്. ഇതെല്ലാം അമ്മയുടെ ഫ്രണ്ട്സ് എഴുതിയ ലെറ്റേഴ്സ് ആണ്. അത് പിന്നെ വായിക്കണ്ടല്ലോ, അവരുടെ ലെറ്റർ അല്ല. ഇത് സമദ് ഹോസ്പിറ്റൽ, ചേട്ടൻ അവിടെയാണെന്ന് ജനിച്ചത്. ഉണ്ണി വളർന്നേ അല്ല ഉണ്ണി പിറന്നേ കിളിമകളെ. അങ്ങനെ ഇതായിരുന്നു ഗായ്സ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും രഹസ്യങ്ങൾ. അങ്ങനെ ഞാൻ ആ രഹസ്യങ്ങൾ ചുരുളഴിച്ചു. ഇനി ഈ വീഡിയോ കണ്ടിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കല്യാണം കഴിച്ച് വേറെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അടിയൊന്നും പാഴ്സലായിട്ട് വരില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അയ്യോ പോവല്ലേ പോലെ ഒരു കാര്യം കൂടി, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്സ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. Please like, share and subscribe.